യുടെ വിയോഗത്തെ സൂചിപ്പിക്കുന്ന ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലും തൻ്റെ വിയോഗം അടുത്തിരിക്കുന്നു എന്ന സൂചന നൽകുന്ന വർത്തമാനങ്ങളും നമുക്ക് വായിക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ജീവിതത്തിൻ്റെ അവസാന രംഗങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരുങ്ങാൻ ആവശ്യപ്പെടുകയും ധാരാളമായി തസ്ബീഹുകളും തഹ്മീദുകളും വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ ഓതിവെച്ച വിശുദ്ധ ഖുർആനിലെ ചെറിയൊരധ്യായം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരികയും അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നു കഴിഞ്ഞാൽ, അങ്ങനെ ആ രംഗത്തിന് നീ സാക്ഷിയായാൽ, അതൊക്കെ കൺകുളിർക്ക കാണാനുള്ള ഭാഗ്യം നിനക്കുണ്ടായാൽ, തീർച്ചയായും ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ, ധാരാളമായി തസ്ബീഹ് ചൊല്ലണം, തഹ്മീദ് ചൊല്ലണം. അതേപോലെ തന്നെ പടച്ച റബ്ബിലേക്ക് തൗബ ചെയ്തു മടങ്ങണം ധാരാളമായി എന്ന് വിശുദ്ധ ഖുർആൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു മുന്നറിയിപ്പായിരുന്നു. 23 വർഷക്കാലത്തെ പ്രബോധന ജീവിതത്തിന് ഇതാ തിരശ്ശീല വീഴാൻ പോവുകയാണ് എന്ന മുന്നറിയിപ്പ്. അതുകൊണ്ടാണ് ഈ ആയത്തിറങ്ങിയപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹുവ അജലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവധി എത്തിയിരിക്കുന്നു എന്ന മുന്നറിയിപ്പാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മറ്റു പല സ്വഹാബികൾക്കും ഈ കാര്യം മനസ്സിലായിട്ടില്ല. മാത്രവുമല്ല, മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് യാത്രയയക്കുന്ന രംഗം വിശദീകരിക്കുന്നുണ്ട് ഹദീസിൽ. ആ സമയത്ത് ധാരാളം ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. എന്നിട്ട് പറയുന്നൊരു വാചകം, മുആദേ, നീ ഒരു പക്ഷേ തിരിച്ചു വരുമ്പോൾ എന്നെ കണ്ടുകൊള്ളണമെന്നില്ല, എൻ്റെ ഖബറിനടുത്തുകൂടെ നീ നടന്നു പോയേക്കാം. മുആദ് റളിയല്ലാഹു അൻഹു പിന്നീട് പറയുന്നുണ്ട്, ആ ഉപദേശങ്ങളും വർത്തമാനങ്ങളും കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതൊരു വിടവാങ്ങലിൻ്റെ, വിട ചോദിക്കലിൻ്റെ വർത്തമാനമാണ് എന്ന്. മാത്രമല്ല, ഹിജ്റ 10-ാം വർഷം റമദാൻ കടന്നു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ എല്ലാ റമദാനിലും അവസാനത്തെ 10 ദിവസങ്ങൾ ഇഅ്തികാഫിരിക്കാറുള്ള പ്രവാചകൻ ഹിജ്റ 10-ാമത്തെ വർഷം ഇഅ്തികാഫിരുന്നത് 20 ദിവസമാണ് എന്ന് ഹദീസിലുണ്ട്. ഇടയ്ക്കിടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയാണ് റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക്. തുടരെ തുടരെ വഹ്യുമായി ഇറങ്ങി വരികയാണ്. ഹിജ്റ 10-ാം വർഷം റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ 2 പ്രാവശ്യമാണ് വിശുദ്ധ ഖുർആൻ മുഴുവനായി അതുവരെ ഇറങ്ങിയ ആയത്തുകൾ ഓതി കേൾപ്പിച്ചത്. സാധാരണ എല്ലാ റമദാനിലും കടന്നുവരും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. എന്നിട്ട് അതുവരെ ഇറങ്ങിയ ആയത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും കേൾക്കും. എന്നാൽ ഹിജ്റ 10-ാം വർഷം 2 തവണ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുവെന്നും ആ 2 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ പൂർണ്ണമായും, അഥവാ അന്നുവരെ അവതരിപ്പിക്കപ്പെട്ട എല്ലാ ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഓതി കേൾപ്പിച്ചുവെന്നും ഹദീസിൽ നമ്മൾ വായിക്കുകയാണ്. ഇതൊക്കെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മനസ്സിലായിട്ടുണ്ട് തൻ്റെ അവധി എത്തിയിരിക്കുന്നു. തുടരെ തുടരെ വഹ്യുകൾ വരുന്നു.
അതുകൂടാതെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നു. 20 ദിവസം ഇഅ്തികാഫിരിക്കാൻ പതിവിന് വിപരീതമായി തനിക്ക് തോന്നുകയാണ്. ഇതൊക്കെ കണ്ടപ്പോൾ റസൂലുള്ളാഹിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വഹാബത്തിനെ വിളിക്കുകയാണ്. ഇനിയും കാത്തു നിന്നുകൂടാ, ഒരു കാര്യം കൂടി, ഇസ്ലാം കാര്യങ്ങളിൽ അവസാനത്തെ കർമ്മമായ ഹജ്ജ് എന്ന മഹത്തായ കർമ്മം അതെങ്ങനെയാണെന്ന് കൂടെ പോയി സ്വഹാബത്തിനോടൊപ്പം ഹജ്ജ് നിർവഹിക്കണമെന്നുണ്ട്. അതിൻ്റെ ഓരോ രംഗങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് കാണിച്ചു കൊടുക്കണമെന്നുണ്ട്. അങ്ങനെ സ്വഹാബത്തിനെ വിളിക്കുകയാണ്. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിൽ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ്, അവിടുത്തെ ജീവിതത്തിൽ ഒരു തവണ മാത്രമാണ് ഹജ്ജ് നിർവഹിച്ചിട്ടുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തുമായി ഹജ്ജിന് പോവുകയാണ്. ആ ഹജ്ജ് നമുക്ക് വായിക്കാൻ കഴിയും. ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഉപദേശങ്ങൾ നൽകുകയാണ്. എല്ലാ കർമ്മങ്ങളെക്കുറിച്ചും കൃത്യമായി വിശദീകരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവസാനം പറഞ്ഞു, ഖുദു അന്നി മനാസിക്കക്കും, കണ്ടില്ലേ സ്വഹാബ ഞാൻ എങ്ങനെയാണ് ഹജ്ജ് നിർവഹിച്ചത് എന്ന്. ഈ കർമ്മങ്ങൾ എങ്ങനെയാണോ ഞാൻ നിർവഹിച്ചത് അതുപോലെയാണ് നിങ്ങൾ ഹജ്ജ് നിർവഹിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ദൗത്യം പൂർണ്ണമാക്കുകയാണ്. അള്ളാഹു ഏൽപ്പിച്ച ആ ദൗത്യത്തിൽ നിന്നും ഒന്നുപോലും വിട്ടുപോകുന്നില്ല. എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു. ഇസ്ലാം കാര്യങ്ങളിൽ 5-ാമത്തേതായ ഹജ്ജ് മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. ആ ഹജ്ജും അവിടെ പൂർത്തിയാവുകയാണ്. ആ സമയത്താണ് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. എന്നിട്ട് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ ഒരു ഭാഗം ഇങ്ങനെ പാരായണം ചെയ്തു കൊടുക്കുകയാണ്. ഒരു വചനം അവതരിക്കുകയാണ് അവിടെ. ആ വചനത്തിൻ്റെ ഒരു ഭാഗം ഇതാണ്: അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നേ ദിവസം ഈ പരിശുദ്ധ ഇസ്ലാം പൂർണ്ണമായിരിക്കുന്നു. അള്ളാഹു തൃപ്തിപ്പെട്ട ഒരു മതമായി ഇതാ ഇസ്ലാം പടച്ച റബ്ബ് നിങ്ങൾക്ക് തന്നിരിക്കുന്നു, പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഓതി കേൾപ്പിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷമായി, ഇസ്ലാം പൂർത്തിയായിരിക്കുകയാണ്. ആ സമയത്താണ് അവിടെ നിന്നൊരു ചെറിയ കരച്ചിൽ കേൾക്കുകയാണ്. ആരാണ് കരയുന്നതെന്നറിയോ? മഹാനായ പ്രവാചകന്റെ പ്രിയപ്പെട്ട 2ാമത്തെ അമരക്കാരൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, അല്ല, എന്താണ് താങ്കൾ കരയാനുള്ള കാരണം? മായുബ്കീക്, എന്താ കരയാനുള്ള കാരണം? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ വാചകം, ഇസ്ലാം പൂർണ്ണമാവുകയാണ് ശരി, ഇസ്ലാം പൂർത്തിയാവുകയാണ് ശരി, പക്ഷേ ആ പൂർണ്ണതക്കൊടുവിൽ ഒരു അപൂർണത വരാൻ പോവുകയാണ്, ഒരു ന്യൂനത കടന്നു വരാൻ പോവുകയാണ്. അതാണ് എന്നെ കരയിപ്പിച്ചത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം ഇതാ അടുത്തിരിക്കുന്നു എന്ന ആയത്തിൻ്റെ ആ ആശയത്തിൽ നിന്നും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കുകയാണ്. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, സദഖത യാ ഉമർ, ഉമറെ താങ്കൾ പറഞ്ഞത് സത്യമാണ് എന്ന്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിൻ്റെ ചെറിയ സൂചനകൾ നൽകി ഹിജറ 10 കടന്നുപോയി. ഹിജറ 11-ാം വർഷം സഫർ മാസത്തിൻ്റെ ആദ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിൻ്റെ മണ്ണിലേക്ക് പോവുകയാണ്. അവിടെ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള ഉഹുദീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഹിജറ 11 സഫർ മാസത്തിൻ്റെ ആദ്യ ദിനങ്ങളും കടന്നുപോയി. അതിനിടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഒരു സ്വഹാബി മരണപ്പെട്ടു. ആ സ്വഹാബിയുടെ മയ്യത്തുമായി ബഖീഅ ഖബർസ്ഥാനിലേക്ക് പോയി. ആ സ്വഹാബിയുടെ മയ്യത്ത് മറമാടിയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ മറമാടപ്പെട്ട മുഴുവൻ ആളുകൾക്കും വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തിരിച്ചു പോരുമ്പോൾ വഴിയിൽ വെച്ച് അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശക്തമായ തലവേദന വരികയാണ്.
ആ ബഖീ ഖബർസ്ഥാനിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ റസൂലുള്ളാഹിക്ക് ശക്തമായ തലവേദന വരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെയാണ് ബാക്കിയുള്ള ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞുപോയത്. അതിനിടയിലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ഭാര്യമാരടുത്തേക്ക് വിളിക്കുന്നുണ്ട്, അവരുമായി വിശേഷങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ ഹിജ്റ 11 സഫർ പിന്നിട്ടു റബീഉൽ അവ്വലിലേക്ക് പ്രവേശിക്കുകയാണ്. ആ സമയത്ത് റബീഉൽ അവ്വലിന്റെ ആദ്യ ദിവസം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഫ്സ ബീവിയുടെ വീട്ടിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, എവിടെ മറ്റു ഭാര്യമാർ? അവരൊക്കെയും അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ അടുത്തേക്ക് വരുന്നു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധം നഷ്ടപ്പെടാൻ തുടങ്ങി ഇടയ്ക്കിടെ. അങ്ങനെ ഇടയ്ക്ക് ബോധം വരുന്ന സമയത്ത് റസൂലുള്ള ചോദിക്കുന്നുണ്ട്, ഞാൻ എവിടെയാണ് നാളെ? ഐന അന ഗദ, ഞാൻ എവിടെയാണ് നാളെ എന്ന് പറഞ്ഞാൽ ഞാൻ ഏത് ഭാര്യയോടൊപ്പമാണ് നാളെ താമസിക്കേണ്ടതെന്നാണ്. ഓരോ ഭാര്യമാർക്കും 9ഓളം ഭാര്യമാരുണ്ട്. ആ സമയത്ത് ഓരോരുത്തർക്കും ഓരോ ദിവസമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നാളെ എൻ്റെ ദിവസം ആരുടെ വീട്ടിലാണ്? അവിടെ നിന്ന് പറഞ്ഞു, ഇന്നയാളുടെ വീട്ടിലാണെന്ന് ഭാര്യമാരിങ്ങനെ പറയുമ്പോൾ വീണ്ടും ചോദിച്ചു, ഐന അന ഗദൻ, നാളെ ഞാൻ എവിടെയാണ്? അവർ പറഞ്ഞു, ഇന്നയാളുടെ വീട്ടിലാണ്. വീണ്ടും റസൂലുള്ള ചോദിക്കുകയാണ്, ഐന അന ഗദൻ, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ എവിടെയാണ്? അപ്പൊ സ്വഹാബത്തെ അവിടെയുള്ള ഭാര്യമാർക്ക് മനസ്സിലായി റസൂലുള്ളാന്റെ ഈ ചോദ്യത്തിന്റെ ഉദ്ദേശം ആയിഷ ബീവിയുടെ വീട്ടിലെന്നാണ്. ആയിഷക്ക് നിശ്ചയിച്ചിട്ടുള്ള ദിവസം എന്നാണെന്നറിയാനാണ്. കാരണം ആ കൂട്ടത്തിലെ ഇവരെക്കാൾ ആരോഗ്യമുള്ള, നല്ല രൂപത്തിൽ പരിചരിക്കാൻ കഴിയുന്ന ഒരു യുവതിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് തന്നെ ഞാൻ രോഗിയായി, എനിക്ക് വേദന ശക്തമായി വന്ന് ഞാൻ കിടക്കുന്ന സന്ദർഭത്തിൽ മറ്റുള്ളവരെക്കാൾ എന്നെ നോക്കാനും എന്നെ പരിചരിക്കാനും ആയിഷ ബീവിക്ക് കഴിയുമെന്നതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ വീട്ടിൽ എന്നാണ് എന്ന് വീണ്ടും വീണ്ടും ആ ദിവസം അറിയാൻ വേണ്ടി ചോദിക്കാൻ കാരണം. അങ്ങനെ മറ്റു ഭാര്യമാരുടെ സമ്മതപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ആ രംഗം ഇങ്ങനെ ഹദീസിൽ വായിക്കാൻ കഴിയും. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അലിയാർ തങ്ങൾ അലി റളിയല്ലാഹു അൻഹു, ഈ രണ്ടുപേരുടെ ചുമലുകളിൽ, അവരുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് അവർ താങ്ങിക്കൊണ്ടാണ് റസൂലുള്ളാഹിനെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ആയിഷ ബീവിയുടെ വീട്ടിലെത്തുകയാണ്. അത് റബീഉൽ അവ്വൽ 8 വ്യാഴാഴ്ചയാണ്. ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. അത് റബീഉൽ അവ്വൽ 8 വ്യാഴാഴ്ചയാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകാൻ 4 ദിവസം ബാക്കിയാണ്. പ്രവാചകന്റെ രോഗത്തിന് ശമനമില്ല, പ്രവാചകന്റെ വേദനയ്ക്ക് ശമനമില്ല. പ്രവാചകൻ പനിച്ചു വിറക്കുകയാണ്. ആ സമയത്ത് വിറക്കുന്നതിനിടയിലും വേദനക്കിടയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആയിഷ, എനിക്കൊന്ന് പള്ളിയിൽ പോകണം, എനിക്കൊന്ന് മദീനത്തെ പള്ളിയിൽ പോകണം, അവിടെ എൻ്റെ സ്വഹാബത്തിനെ കാണണം, ആ സ്വഹാബത്തിനോടൊന്ന് എനിക്ക് സംസാരിക്കണം. അങ്ങനെ സുമ്മ ഖറജ ഇലന്നാസ്, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിലേക്ക് പോവുകയാണ്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ അവിടെ പോയി ഫസല്ലാ ബിഹിം വഖതബഹും, അവിടെ പോയി സ്വഹാബത്തിനോടൊപ്പം നമസ്കരിക്കുകയാണ്. എന്നിട്ട് അവരോടൊരു ഖുതുബ പറയുകയാണ്, ഉപദേശം കൊടുക്കുകയാണ്. ആ ഉപദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സ്വഹാബത്ത് ഓർക്കുന്നുണ്ട്. ആ രംഗം അവർ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറാ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദാ. ജൂത ക്രൈസ്തവരായ ആളുകൾക്ക് അല്ലാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ. എന്താണ് കാരണമെന്നറിയോ? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദാ, അവർ അവരുടെ അമ്പിയാക്കളുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി. എന്ന് പറഞ്ഞാൽ അവരിലേക്ക് അല്ലാഹു നിയോഗിച്ച പ്രവാചകന്മാരെ ഇലാഹുകളാക്കി. ആ ഖബറുകളിലേക്ക് അവർ പോയി ആ ഖബറാളികളോട് ദുആ ചെയ്യാൻ തുടങ്ങി. ആ ഖബറിലുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം വല്ലാതെ വേദനിക്കുകയാണ്, ഭയപ്പെടുകയാണ്. എന്തേ കാരണം എന്നറിയോ?
ഇത് ഓർമ്മിപ്പിക്കാൻ കാരണം എന്തെന്നറിയോ? അതുപോലെ എൻ്റെ ഖബറിനെ നിങ്ങൾ അങ്ങനെ ആക്കല്ല സ്വഹാബ എന്നാണ് ആ പറഞ്ഞതിൻ്റെ താല്പര്യം. എന്നിട്ട് അവിടെ നിന്ന് അള്ളാഹുവോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ. അല്ലാഹുവേ, എൻ്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന കേന്ദ്രമാക്കല്ലേ അല്ലാഹ്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, എൻ്റെ ഖബറിനെ ആഘോഷത്തിൻ്റെ ഉറൂസിൻ്റെ കേന്ദ്രമാക്കല്ലേ അല്ലാഹ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് ദുആ ചെയ്യുകയാണ്. എന്നിട്ടതാ ജലസ അലൽ മിമ്പർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ ഇരിക്കുകയാണ്. റസൂലുള്ളാഹിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല, കാലുകൾ ഇങ്ങനെ തളരുന്നുണ്ട്, വേദനയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ, ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഒരടിമയെ വിളിക്കുകയാണ്. എന്നിട്ട് ആ അടിമയോട് റബ്ബ് ചോദിക്കുകയാണ്, ഐഹിക ലോകം വേണോ അതല്ല പരലോകം വേണോ? ഐഹിക ജീവിതം വേണോ, ശാശ്വതമായി എന്നും ദുനിയാവിൽ ജീവിക്കണോ, അതല്ല പരലോകം വേണോ എന്ന് ചോദിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, ഫഖ്താറമാഇൻദഹു, ആ അടിമ അള്ളാഹുവിൻ്റെ അടുത്തുള്ളത് തെരഞ്ഞെടുത്തു, പരലോകം തെരഞ്ഞെടുത്തു. നോക്കൂ നിങ്ങൾ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി ഈ പറഞ്ഞ അടിമ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇത് പ്രവാചകന്റെ മരണത്തിൻ്റെ സൂചനയാണ്. അതിനുശേഷം റസൂലുള്ളാഹി മിമ്പറിൻ്റെ അടുത്തിരിക്കുകയാണ്. എന്നിട്ട് സ്വഹാബത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ. റസൂലുള്ളാഹി തല കുനിച്ചു എന്ന ഹദീസിൽ കാണാൻ കഴിയും. തലങ്ങനെ കുനിച്ചു, തൻ്റെ പിരടി കാണുമാറ് സ്വഹാബത്തിന്. എന്നിട്ട് റസൂലുള്ളാഹി വിളിക്കുകയാണ്, യാ അയ്യുഹന്നാസ്, ഹേ സ്വഹാബ, ഞാൻ ആരെയെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ആരോടെങ്കിലും അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ, സാമ്പത്തിക ഇടപാടുകളുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും അഭിമാനത്തിന് ക്ഷതം വരുത്തിയിട്ടുണ്ടെങ്കിൽ, ഇതാ ഈ മുഹമ്മദ് ഇതാ തല കുനിച്ചു തന്നിരിക്കുന്നു. ഇവിടെ വെച്ച് പ്രതികാരമെടുക്കണം. എന്തുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ചോദിക്കണം, പരലോകത്തേക്ക് വിടരുത്. കാരണം ഖബല അല്ലാ യകൂന ദിർഹമും വലാ ദീനാറാ, നാളെ പരലോകത്ത് ദീനാറും ദിർഹമും കൊടുത്താൽ ഇതൊന്നും പകരമാകൂല. എന്തുണ്ടെങ്കിലും ചീത്ത പറഞ്ഞോ, പ്രതികാരം ചെയ്യാം. ആരായി ചോദിക്കണത്? ലോകത്തിൻ്റെ തിരുദൂതർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിൻ്റെ മുന്നിൽ തലകുനിച്ചിട്ട് പറയാ, എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞോ, പ്രതികാരമെടുത്തോ. കാരണം നാളെ പരലോകത്ത് ഇത് വീട്ടാൻ കഴിയില്ല. നോക്കൂ നിങ്ങൾ, എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് ഒരു മനുഷ്യൻ എന്ന് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പറയാണ്. അനസ് റളിയല്ലാഹു അൻഹു ആ രംഗത്തിന് സാക്ഷിയാവുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരൊറ്റ സ്വഹാബി പോലും കരയാതിരിക്കുന്നില്ല ആ രംഗത്തിന് സാക്ഷികളായവർ. എല്ലാവരും കരയുകയാണ്. അങ്ങനെ ആ ദിവസവും കടന്നുപോയി. റബീഉൽ അവ്വൽ 9 വെള്ളിയാഴ്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകാൻ 3 ദിവസം ബാക്കി. ബിലാൽ റളിയല്ലാഹു അൻഹു ജുമുഅക്ക് ബാങ്ക് കൊടുത്തു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുത്ബ നിർവഹിക്കുകയാണ്. ആ ഖുത്ബയുമായി ബന്ധപ്പെട്ട സുദീർഘമായ രംഗങ്ങൾ ഹദീസിലുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അങ്ങനെ മഗ്രിബ് നമസ്കാരത്തിൻ്റെ സമയം. മഗ്രിബ് നമസ്കാരത്തിനും അള്ളാഹുവിൻ്റെ ഹബീബ് പള്ളിയിലേക്ക് വരികയാണ്. അവിടെ ഒന്നാമത്തെ റക്അത്തിൽ പാരായണം ചെയ്ത സൂറത്ത് ഏതെന്നറിയോ? സൂറത്തുൽ മുർസലാത്താണ്. വൽ മുർസലാത്തി ഉർഫാ ഫൽ ആസിഫാത്തി അസ്ഫാ വന്നാശിറാത്തി നശ്റാ. പരലോകത്തെക്കുറിച്ച് പറയുന്ന, മരണത്തെക്കുറിച്ച് പറയുന്ന, ഖബറിനെ കുറിച്ച് പറയുന്ന, സ്വർഗത്തെക്കുറിച്ച് പറയുന്ന, നരകത്തെക്കുറിച്ച് പറയുന്ന, മഹ്ശറിനെ കുറിച്ച് പറയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ മുർസലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പാരായണം ചെയ്തു. അങ്ങനെ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹി വീട്ടിലേക്ക് പോയി. ഇശാ ഇന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുത്തു. റസൂലുള്ളാഹി പള്ളിക്ക് വരുന്നില്ല. റസൂലുള്ളാഹിക്ക് വരാൻ കഴിയുന്നില്ല. സ്വഹാബത്ത് കാത്തു നിൽക്കാൻ. എന്താ റസൂലുള്ളാഹി വരാത്തത്? റസൂലുള്ളാഹി വരാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യാണ്. കുറേ സമയം കഴിഞ്ഞ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ വേദനയൊന്ന് ശമിച്ചപ്പോ, ബോധം തിരിച്ചു കിട്ടിയപ്പോൾ റസൂലുള്ളാഹി ചോദിക്കുകയാണ്, അസ്വല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? ആയിഷ, ജനങ്ങൾ നിസ്കരിച്ചോ? ആയിഷ ബീവി പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, ഇല്ല റസൂലേ, ഹും യന്തളിറൂനക്, താങ്കളെ വെയിറ്റ് ചെയ്യുകയാണ്, താങ്കളെ കാത്തു നിൽക്കുകയാണ് അവർ. താങ്കൾ ചെന്നിട്ട് അവർ നമസ്കരിക്കൂ എന്ന് പറയുകയാണ്.
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നെഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും റസൂലുള്ള വീണ്ടും ബോധം നഷ്ടപ്പെടുകയാണ്. കുറെ കഴിഞ്ഞ് വീണ്ടും ബോധം വരികയാണ്, തിരിച്ചു വരികയാണ്. ആ സമയത്തും റസൂലുള്ളാന്റെ ചോദ്യം, അസ്വല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ ആയിഷ? ആ സമയത്തും ആയിഷ ബീവി പറയുന്നു, ലാ യാ റസൂലല്ലാഹ്, ഇല്ല റസൂലേ, നിസ്കരിച്ചിട്ടില്ല. അവരങ്ങയെ കാത്തു നിൽക്കുകയാണ്. ഇതിങ്ങനെ ആവർത്തിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി, ഇനി എനിക്ക് ഇന്ന് പള്ളിയിൽ പോകാൻ കഴിയില്ല, ഇനി എനിക്ക് പള്ളിയിലേക്ക് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ റസൂലുള്ള അവിടെ നിന്ന് പറയുകയാണ്, അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറ, അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറ. ആയിഷ ബീവി ആ സമയത്ത് പറയുന്നുണ്ട്, വേറെ ആരോടെങ്കിലുമൊക്കെ പറയൂ എന്ന് പറയുന്ന രംഗങ്ങളൊക്കെ അവിടെ കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പിൻഗാമി ആരാവണം എന്നവിടെ നിന്ന് തീരുമാനിക്കുകയാണ്, അവിടെ നിന്നൊരു സൂചന നൽകുകയാണ്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അന്നത്തെ ഇശാ നമസ്കാരത്തിന് നേതൃത്വം നൽകി. ആ ദിവസവും കടന്നുപോയി. റബീഉൽ അവ്വൽ 10 ശനിയാഴ്ച, റസൂലുള്ള വഫാത്താകാൻ 2 ദിവസം ബാക്കിയാണ്. ളുഹറിന്റെ സമയം. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരൽപ്പം ആശ്വാസം തോന്നുകയാണ്. റസൂലുള്ള യദാ ളുഹറിന് പള്ളിയിലേക്ക് വരികയാണ്. 2 സ്വഹാബത്തിന്റെ തോളിൽ കൈവച്ചുകൊണ്ടാണ് വരുന്നത്. പള്ളിയിലേക്ക് ഇങ്ങനെ വരുമ്പോ അവിടെ ളുഹർ നമസ്കാരം നടക്കുന്നു. ആ ളുഹർ നമസ്കാരത്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേതൃത്വം നൽകുകയാണ്. മുൻഭാഗത്തുകൂടെയാണ് റസൂലുള്ള പള്ളിയിലേക്ക് വരുന്നത്. ഈ രംഗം ഇങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ രംഗത്തിന് സാക്ഷിയാവുകയാണ്. എന്ന് പറഞ്ഞാൽ ഇമാമ് നിൽക്കാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു, അതിൻ്റെ മുൻഭാഗത്തു കൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. റസൂലുള്ളാഹിനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കണ്ടു. ആ കണ്ട സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒന്ന് പിന്നിലേക്ക് മാറി. എന്തേ കാരണം എന്നറിയോ? റസൂലുള്ള ജീവിച്ചിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിക്ക് ഇമാമത്ത് നിൽക്കാൻ മാത്രം യോഗ്യത ഈ അബൂബക്കറിനില്ല എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചറിയുകയാണ്. ലാ യതഅഖർ ഇല്ല അബൂബക്കറെ എന്നുള്ള അർത്ഥത്തിൽ ആംഗ്യം കാണിച്ചു. അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ രംഗം ഇങ്ങനെ വിശദീകരിക്കുകയുണ്ട്. ളുഹർ നമസ്കാരം റിപ്പോർട്ടിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വന്നിരിക്കുകയും അവിടെ ഇമാമത്ത് നിൽക്കുകയും അതിൻ്റെ പുറകിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു നിൽക്കുകയും എന്നിട്ട് ബാക്കിയുള്ള സ്വഹാബത്തൊന്നടങ്കം അവിടെ നിന്ന് പിന്തുടർന്ന് നമസ്കരിക്കുകയും ചെയ്തുവെന്ന് ഹദീസിൽ നമ്മൾ വായിക്കുകയാണ്. ശരി, ആ നമസ്കാരം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തെ പള്ളിയിലെ അവസാനത്തെ നമസ്കാരമായിരുന്നു. പിന്നീട് അള്ളാഹുവിൻ്റെ പ്രവാചകന് പള്ളിയിലേക്ക് വരാൻ കഴിഞ്ഞില്ല. അസറിനും മഗ്രിബിനും ഇശാഇനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പള്ളിയിലേക്ക് വരാൻ കഴിഞ്ഞില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ആ നമസ്കാരം അവിടെ പൂർത്തിയാവുകയാണ്, 3 വഖത്തും. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകാൻ 1 ദിവസം ബാക്കി. റബീഉൽ അവ്വൽ 11 ഞായറാഴ്ച. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ എല്ലാവരെയും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ സമ്പത്ത് ഇന്ന സ്ഥലത്തുണ്ട്, അവിടെ നിന്ന് കൊണ്ടുവരണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ രംഗം വിശദീകരിക്കുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ സമ്പത്തിൻ്റെ പൊതി ഇങ്ങനെ കൊണ്ടുവന്ന് തുറന്നു നോക്കുമ്പോൾ അതിൽ 7 ദീനാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെല്ലാവർക്കും ബാക്കി സ്വതക്ക ചെയ്യണം, അത് സ്വതക്ക ചെയ്യണം. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു അടിമയുണ്ടായിരുന്നു. ആ അടിമയെ സ്വതന്ത്രനാക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ആയുധങ്ങൾ കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. ആയുധങ്ങൾക്കിടയിൽ പടയങ്കി കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് ചോദിച്ചു, എവിടെ എൻ്റെ പടയങ്കി? അള്ളാഹുവിൻ്റെ പ്രവാചകരെ 30 ഗോതമ്പിന് ഒരു ജൂതന്റെ അടുത്ത് പണയത്തിലാണ്. ഭാര്യമാർ ഇങ്ങനെ മറുപടി നൽകുകയാണ്. അന്നത്തെ രാത്രി ആയിഷ ബീവി ഓർക്കുന്നുണ്ട്, ലോകത്തിന്റെ നേതാവ് ഈ ലോകത്തോട് യാത്ര ചോദിക്കുന്നതിൻ്റെ തലേ ദിവസം വീട്ടിൽ വിളക്ക് കത്തിക്കാൻ എണ്ണയുണ്ടായിരുന്നില്ല എന്ന് ആയിഷ ബീവി ആ രംഗം സങ്കടത്തോടുകൂടെ പറയുന്നുണ്ട്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച പിറക്കുകയാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച പിറക്കുകയാണ്. ലോകത്തിന് മറക്കാൻ കഴിയാത്തൊരു ദിവസം, ലോകം കരഞ്ഞുപോയൊരു ദിവസം. അന്നിൻ്റെ സുബ്ഹിന്റെ സമയം, നേരം വെളുക്കുകയാണ്. സ്വഹാബത്തൊന്നടങ്കം അസ്സലാത്തു ഖൈറും മിനന്നൗ എന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ബാങ്കിൻ്റെ വരികൾ കേട്ട് പള്ളിയിലേക്ക് വരികയാണ്.
മദീനത്തെ മസ്ജിദുൻ നബവിയിലേക്ക് ഒഴുകി വരികയാണ്. അവരെല്ലാവരും റസൂലുള്ളാഹിനെ കാത്തു നിൽക്കുകയാണ്. റസൂലുള്ള പള്ളിയിലേക്ക് വരുമോ എന്നിങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവർ നമസ്കരിക്കുന്നില്ല. നമസ്കാരത്തിന് വേണ്ടി സ്വഫുകളിൽ റെഡിയായി നിൽക്കുന്നുണ്ട്. പക്ഷേ റസൂലുള്ളാഹിനെ കാത്തു നിൽക്കുകയാണ്. സമയമായിട്ടും റസൂലുള്ള കടന്നു വരാത്തത് കണ്ടപ്പോ അവർക്ക് മനസ്സിലായി റസൂലുള്ള വരൂല എന്ന് മനസ്സിലായപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിൽക്കുകയാണ്. അങ്ങനെ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ച് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമസ്കാരത്തിലേക്ക് പ്രവേശിച്ച് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അതാ റസൂലുള്ളാഹിന്റെ ഹുജറയുടെ കർട്ടൻ നീങ്ങുകയാണ്. ആ കർട്ടൻ ഇങ്ങനെ ഇണങ്ങുകയാണ്. സ്വഹാബത്തിന്റെ തൊട്ടടുത്താണ് റസൂലുള്ളാഹിന്റെ ഹുജറ, ആയിഷ ബീവിയുടെ വീട്. അതിന്റെ ജനലിന്റെ കർട്ടൻ ഇങ്ങനെ നീങ്ങുന്നത് കണ്ടപ്പോ സ്വഹാബത്ത് ആഗ്രഹിച്ചു പോയി. റസൂലുള്ള ഇതാ വരാൻ പോവുകയാണ്. റസൂലുള്ളാഹിന്റെ അസുഖം ഭേദമായിട്ടുണ്ട്. റസൂലുള്ള ഞങ്ങളോടൊപ്പം നമസ്കരിക്കാൻ വരികയാണ്. ആ രംഗം ഇങ്ങനെ സ്വഹാബത്ത് വിശദീകരിക്കുന്നുണ്ട്. കഅന്ന വജ്ഹഹു വറഖത്തു മുസ്ഹഫ്, ഒരു മുസ്ഹഫിന്റെ ഒരു കഷ്ണം പോലെ വെളുത്തിരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മുഖം. അത് നോക്കി ഞങ്ങളിങ്ങനെ പുഞ്ചിരിച്ചുവെന്ന് ഞങ്ങളെ നോക്കി അള്ളാഹുവിൻ്റെ പ്രവാചകൻ പുഞ്ചിരിക്കുന്നത് ഞങ്ങൾ ആ നിസ്കാരത്തിൽ കണ്ടു. സ്വഹാബത്ത് പറയുന്നുണ്ട്, നിസ്കാരം തന്നെ ബാത്തിലായി ഫിത്നയായി പോകുമോ എന്ന് വരെ ഞങ്ങൾ ഭയപ്പെട്ടു. റസൂലുള്ളാഹിയുടെ ആ രംഗം ഇങ്ങനെ പറയുകയാണ്. റസൂലുള്ളാഹിനെ കണ്ണിറയെ കാണുകയാണ്. ഫനളറ ഇലൈഹിം വഹും സുഫൂഫ്. റസൂലുള്ള സ്വഹാബത്തിനെ ഇങ്ങനെ കണ്ടു. എല്ലാവരും സൊഫിൽ ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ്. തോളോട് തോൾ ചേർന്ന് കാലുകളെല്ലാം എടുത്തു വെച്ച് എല്ലാവരും സൊഫിൽ അണിചേർന്ന് നിൽക്കുന്ന ആ രംഗത്തിന് സാക്ഷിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫതബസ്സമ യൽഹഖു. റസൂലുള്ളാഹിക്ക് ആ രംഗം കണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. റസൂലുള്ള പുഞ്ചിരിച്ചു. എന്തേ കാരണം എന്നറിയോ? ആരായിരുന്നു അവർ? ചെറിയ കാരണങ്ങൾക്ക് വലിയ കാലം യുദ്ധത്തിലേർപ്പെട്ടിരുന്ന യുദ്ധക്കുതിയന്മാരായിരുന്നു അവർ. വ്യഭിചരിച്ചവരായിരുന്നു അവർ. പലിശ വാങ്ങിയവരായിരുന്നു അവർ. അതുപോലെ എല്ലാ തോന്നിയാസങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു സമൂഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്തെടുക്കുകയായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയതാ ആ കർട്ടൻ ഇങ്ങനെ വീണ്ടും പഴയ പോലെ ഇട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ വീട്ടിൽ കിടക്കുകയാണ്. ളുഹാ സമയം, ഇളയുച്ച സമയം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗം മൂർച്ഛിക്കുകയാണ്. വേദന ശക്തിയാവുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആയിഷ, എൻ്റെ നാഡീഞരമ്പുകൾ വലിഞ്ഞു മുറുങ്ങുന്നു. ആയിഷ, വല്ലാതെ പ്രയാസപ്പെടുന്നു. ആയിഷ, നിങ്ങളിൽ രണ്ടുപേർ അനുഭവിക്കുന്ന വേദന ഈ സമയത്ത് ആയിഷ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ആയിഷ വല്ലാതെ വേദനിക്കുന്നു. ആയിഷ എന്നിട്ട് പറഞ്ഞൊരു വാചകമുണ്ട്, ആയിഷ, അന്ന് ഖൈബറിൽ വെച്ച പെണ്ണ് തന്ന വിഷത്തിന്റെ ആ മാംസക്കഷ്ണമുണ്ടല്ലോ, അതിന്റെ വിഷമിതാ, അതിന്റെ വേദന ഇതാ ഇന്ന് ഞാൻ അനുഭവിക്കുന്നു. ആയിഷ, ഖൈബറിൽ വെച്ചൊരു പെണ്ണ് റസൂലുള്ളാഹിക്ക് വിഷം പുരട്ടിയ മാംസക്കഷ്ണം കൊടുത്തില്ലേ, അതിൻ്റെ വേദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ഈ സമയത്താണ് ഞാൻ അനുഭവിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അവിടെയുണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. തൻ്റെ വാപ്പാന്റെ വേദനിക്കുന്ന ഈ രംഗം കണ്ട് ഫാത്തിമ ബീവിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഫാത്തിമ ബീവി പറഞ്ഞ വാചകം, എൻ്റെ ഉപ്പാക്കെന്തൊരു വേദനയാണല്ലാ, എൻ്റെ ഉപ്പാക്കെന്തൊരു പ്രയാസമാണല്ലാ. ഇത് കേട്ട റസൂലുള്ള ഫാത്തിമ ബീവി അടുത്തേക്ക് വിളിച്ചിട്ട് പറയാണ്, മോളെ, നിന്റെ ഉപ്പയുടെ ഏറ്റവും അവസാനത്തെ വേദനയാണ് മോളെ ഇത്. ഇനി നിന്റെ ഉപ്പാക്ക് വേദനയില്ല. എന്നിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ അടുത്തേക്ക് വിളിച്ചൊരു സ്വകാര്യം പറയുന്നുണ്ട്. വീണ്ടും ഒരു സ്വകാര്യം പറയുന്നുണ്ട്. ആദ്യത്തെ സ്വകാര്യം പറഞ്ഞപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ രംഗം ഇങ്ങനെ പറയുന്നുണ്ട്. ഫാത്തിമ ബീവി കരഞ്ഞു. രണ്ടാമത്തെ സ്വകാര്യം പറഞ്ഞപ്പോ ഫാത്തിമ ബീവി ചിരിച്ചു. ഞാൻ ചോദിച്ചു പിന്നീട് ഫാത്തിമ ബീവിയോട്, ഫാത്തിമ, എന്താണ് നിന്റെ ഉപ്പ, ലോകത്തിന്റെ നേതാവ്, നിന്നോട് പറഞ്ഞ സ്വകാര്യം എന്താ? നീ ചിരിക്കുന്നതും നീ കരയുന്നതും കണ്ടല്ലോ. ഫാത്തിമ ബീവിയുടെ മറുപടി, ഉമ്മ, എൻ്റെ ഉപ്പ ആദ്യം പറഞ്ഞത് ഈ ലോകത്തോട് ഉപ്പ ഇതാ യാത്രയാകാൻ പോകുന്നു എന്നാണ്. ഇത് കേട്ട് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, ഞാൻ കരഞ്ഞുപോയി. രണ്ടാമതായി എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? മോളെ ഫാത്തിമ, ഞാൻ പോയാൽ
എൻ്റെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി എന്നിലേക്ക് വരുന്നതും മോളെ ഫാത്തിമ നീയായിരിക്കും. റസൂലുള്ള പോയിട്ട് അധികം വൈകാതെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും ലോകത്തോട് യാത്ര ചോദിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി എന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ രംഗത്തെക്കുറിച്ച് വീണ്ടും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. റസൂലുള്ളാഹിൻ്റെ ചുണ്ടിങ്ങനെ മന്ത്രിക്കുന്നുണ്ട്, എന്തോ പറയുന്നുണ്ട് റസൂലുള്ള, പക്ഷെ അത് വ്യക്തമാവുന്നില്ല. എന്താണെന്നറിയോ? അവിടെ നിന്ന് പറഞ്ഞു, അസ്സലാത്ത് വമാ മലക്കത്ത് ഐമാനുക്കും. ഞാൻ എൻ്റെ ചെവി റസൂലുള്ളാഹിൻ്റെ ചുണ്ടിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ റസൂലുള്ള പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് നമസ്കാരത്തെക്കുറിച്ചാണ്. അസ്സലാ, ഓർക്കണേ, ലോകത്തിൻ്റെ നേതാവ് ഈ ലോകത്തോട് യാത്ര ചോദിക്കുന്ന സമയത്തും മറക്കാതെ ഓർമ്മപ്പെടുത്തിയ കാര്യം അസ്സലാ, നിസ്കാരത്തിൻ്റെ കാര്യമാണ്. അതിൽ വീഴ്ച വരുത്തല്ലേ. വമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവരുണ്ടല്ലോ, അവരോടും മാന്യമായി പെരുമാറണേ, ഭാര്യമാരെ മറക്കരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അവരെ അള്ളാഹുവിൻ്റെ നാമത്തിലൂടെയാണ് നിങ്ങൾ സ്വന്തമാക്കിയത്. അതുകൊണ്ട് അള്ളാഹു നാളെ പരലോകത്ത് അവരെക്കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യും. അതുകൊണ്ട് അവരോട് മാന്യമായി പെരുമാറണേ. എന്നിട്ട് ആയിഷ ബീവി പറയുന്നുണ്ട്, എനിക്കൊരു വല്ലാത്ത സൗഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ലോകത്തൊരു പെണ്ണിനും കിട്ടാത്ത വലിയ സൗഭാഗ്യം കിട്ടിയ പെണ്ണാണ് ഞാൻ. എന്താണെന്നറിയോ കാരണം? ലോകത്തിന്റെ നേതാവ് ഈ ലോകത്തോട് യാത്ര ചോദിക്കുമ്പോ അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നത് എൻ്റെ മടിയിലാ, എൻ്റെ റൂമിലാ. വബൈന സഹരി വനഹരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ മാറിടത്തിൽ തല വെച്ചുകൊണ്ടാണ് ഈ ലോകത്തോട് യാത്ര ചോദിച്ചത്. ആ സമയത്താണ് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കറിന്റെ കയ്യിൽ ഒരു അറാഖിന്റെ കൊള്ളിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറാഖിന്റെ കൊള്ളിയിലേക്ക് നോക്കിയപ്പോൾ ആയിഷ ബീവിക്ക് മനസ്സിലായി റസൂലുള്ളാഹി ആഗ്രഹിക്കുന്നു വൃത്തിയാക്കാൻ, തൻ്റെ പല്ലുകൾ വൃത്തിയാക്കാൻ അറാഖിന്റെ കൊള്ളികൾ ഇങ്ങനെ വാങ്ങുകയാണ്. ആ അറാഖിന്റെ കൊള്ളി കുറച്ച് ഹാർഡാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ പല്ലുകൾ കൊണ്ടേ അതിങ്ങനെ സോഫ്റ്റാക്കി കൊടുത്തു. എന്നിട്ട് റസൂലുള്ളാഹിന്റെ പല്ലുകൾ ഇങ്ങനെ വൃത്തിയാക്കി കൊടുത്തു. ആ രംഗം ഇങ്ങനെ മനോഹരമായി ഓർക്കുന്നുണ്ട് ആയിഷ ബീവി. വഅന്നല്ലാഹ ജമഅ ബൈന റീഖി വരീഖിഹി ഇൻദ മൗതിഹി, ഹബീബിന്റെ വായിലേക്ക് ഈ ദുനിയാവിൽ നിന്ന് അവസാനമായി പോയ അംശം എന്തെങ്കിലും തട്ടിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഉമ്മുനീരാണ്. റസൂലുള്ളാഹിന്റെ വായിലേക്ക് അവസാനമായി പോയത് ഈ ആയിഷ ബീവിയുടെ ഉമ്മുനീരാണ് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് ആയിഷ ബീവി ഓർക്കാണ്. വേദന ശക്താണ്. ആയിഷ ബീവി പറയുന്നുണ്ട്, മുഖം ഇങ്ങനെ തടവിക്കൊടുക്കുന്നുണ്ട്, വെള്ളം മുക്കി ഇങ്ങനെ തുണി കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മുഖം ഇങ്ങനെ തടവിക്കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ആയിഷ ബീവി ആ രംഗം ഇങ്ങനെ പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സക്കറാത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സക്കറാത്ത്. മരണത്തിന്റെ സക്കറാത്തിന്റെ രംഗം ഇങ്ങനെ റസൂലുള്ളാഹി പറയുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ. അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ, അല്ലാഹുവേ എന്നോട് കരുണ കാണിക്കണേ, നാളെ ഏറ്റവും നല്ല കൂട്ടുകാരോടൊപ്പം എന്നെ ചേർക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ ഇങ്ങനെ ദുആ ചെയ്യുന്നതിനിടയിൽ ആയിഷ ബീവി പറയാ, അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ കൈകൾ ഇങ്ങനെ താഴ്ന്നു വരികയാണ്. റസൂലുള്ളാഹിന്റെ കൈകൾ നിലത്തു വീണു. എൻ്റെ മാറിൽ നിന്നും റസൂലുള്ളാഹിന്റെ തലയിതാ എൻ്റെ മടിയിലേക്ക് വീഴുകയാണ്. ആ ശരീരം നിശ്ചലമാവുകയാണ്. അവിടെ യഥാ മഹാനായ മലക്കുൽ മൗത്ത് കടന്നു വരികയാണ്. അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ റൂഹ് എടുത്തു പോവുകയാണ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹുവിങ്കലേക്ക് യാത്രയാവുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. ഇതാണ് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച.
ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന് സാക്ഷിയായ ദിവസമേതെന്ന ചോദ്യം, അത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. ലോകം കരഞ്ഞ ദിവസമേതെന്ന ചോദ്യത്തിന്റെ ഉത്തരം, അത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. ലോകത്തേറ്റവും കൂടുതൽ, മദീനയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സങ്കടപ്പെട്ട ദിവസമേതെന്ന ചോദ്യത്തിന്റെ ഉത്തരം, അത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. സ്വഹാബത്ത് പറയുന്നുണ്ട്, മദീന ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസമേതെന്നറിയോ? റസൂലുള്ളാഹി ഹിജറ ചെയ്ത് മദീനത്തേക്ക് മക്കയിൽ നിന്ന് കടന്നു വന്ന ദിവസമുണ്ടല്ലോ, അന്നാണ് മദീന ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതെങ്കിൽ, മദീന ഇരുണ്ട ദിനം, മദീന കരഞ്ഞ ദിനം, അത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസമാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഇത്രമേൽ ലോകം കരഞ്ഞ ദുരന്തം അനുഭവിച്ച ഒരു ദിവസം വേറെ ഉണ്ടായിട്ടില്ല എന്നാണ് സ്വഹാബത്ത് പറയുന്നത്. ഇതിനേക്കാൾ വലിയൊരു ദുരന്തം മനുഷ്യരെ നിങ്ങൾക്കിനി വരാനില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾക്കെന്തെങ്കിലും സഹിക്കാൻ കഴിയാത്ത പ്രയാസം വന്നാൽ, ദുഃഖം വന്നാൽ, നിങ്ങൾ ഓർക്കണം എൻ്റെ മരണം. അതിനോളം വലിയ ദുഃഖം, അതിനോളം വലിയൊരു ദുരന്തം നിങ്ങൾക്ക് വരാനില്ല സ്വഹാബത്തെ എന്ന് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ലോകത്തിൻ്റെ നേതാവ് ഈ ലോകത്തോട് യാത്ര ചോദിച്ചു. ഓരോ രംഗങ്ങളും ഇങ്ങനെ ഹദീസിൽ ഓരോ നിമിഷങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് തുടങ്ങി അതിനുശേഷമുള്ള മറമാടുന്ന രംഗങ്ങൾ, ആ മയ്യത്ത് അവിടെ കിടക്കുന്ന സമയത്ത് സ്വഹാബത്തിൻ്റെ വികാരപ്രകടനങ്ങൾ, മറമാടിയതിന് ശേഷമുള്ള രംഗങ്ങൾ, ഇതൊക്കെയും ഹദീസിൽ ഇങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കണം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ റബീഉൽ അവ്വൽ 12 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് യാത്ര ചോദിച്ച, ലോകം കരഞ്ഞ ഒരു മനുഷ്യരുടെ, ലോക മനുഷ്യരുടെ ഏറ്റവും വലിയ ദുഃഖത്തിന് കാരണമായ ദിവസം, അത് റബീഉൽ അവ്വൽ 12 ആണെങ്കിൽ ഇന്ന് ബഹുഭൂരിഭാഗം മുസ്ലിമീങ്ങളും ഇക്കാര്യം മറന്നുകൊണ്ടിരിക്കുകയാണ്. അവർ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് മറ്റു പല രൂപത്തിലാണ് ഓർക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മളറിയണം, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് വിട പറഞ്ഞത് റബീഉൽ അവ്വൽ 12 കാര്യത്തിൽ ഹദീസിൽ സംശയമില്ല. എന്നാൽ റസൂലുള്ള ജനിച്ചത് റബീഉൽ അവ്വൽ 12 എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അത് റബീഉൽ അവ്വൽ മാസത്തിലാണെന്നും അതല്ല റമദാനിലാണെന്നും അതല്ല മറ്റു ചില മാസങ്ങളിലാണെന്നും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതല്ല റബീഉൽ അവ്വലിൽ തന്നെ അത് 12 മറ്റു ചില ഡേറ്റുകളാണെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഏതോ ആവട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് യാത്ര ചോദിച്ച ദിനം അത് റബീഉൽ അവ്വൽ 12, അത് തിങ്കളാഴ്ചയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഓർക്കാൻ ആ പ്രവാചകൻ ഏതെങ്കിലും ഒരു ദിവസത്തിലോ ഏതെങ്കിലും സമയത്തിലോ മാസത്തിലോ മാത്രം ഓർക്കേണ്ടവരെല്ലാം വിശ്വാസികൾ. മറിച്ച് ഓരോ സെക്കൻഡിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത് റസൂലുള്ളാഹിൻ്റെ ശരീരം നേർക്കുനേർ അനുഭവിച്ചുകൊണ്ടാണ്, പ്രവാചകൻ്റെ സാമീപ്യം അനുഭവിച്ചുകൊണ്ടാണ്. എന്നാൽ ഇന്നല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ ഭൗതിക സാമീപ്യം നമ്മളോടൊപ്പമില്ല. ഇന്നല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ ഭൗതിക സാമീപ്യം നമ്മളോടൊപ്പമില്ല. പല ആളുകളും അങ്ങനെ തെറ്റിദ്ധരിച്ചവരുണ്ട്. നമ്മളെ കാണാൻ, നമ്മളെ കേൾക്കാൻ, നമ്മൾ പറയുന്നത് സഹായിച്ചു തരാൻ ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോടൊപ്പം നമ്മുടെ സദസ്സിലുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിച്ചവർ സമൂഹത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് യാത്ര ചോദിച്ചു കഴിഞ്ഞു. പ്രവാചകൻ എങ്ങനെയാണോ ഈ ലോകത്തോട് യാത്ര ചോദിക്കുമ്പോൾ മുസ്ലിമീങ്ങളെ, മനുഷ്യരെ, നിങ്ങൾ ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, അങ്ങനെയാണ് നമ്മൾ അല്ലാഹുവിൻ്റെ പ്രവാചകനെ സ്നേഹിക്കേണ്ടത്. അതല്ലാതെ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും പ്രകടനങ്ങളോ റാലികളോ ജാഥകളോ അതല്ല റസൂലുള്ളാഹിനോടുള്ള സ്നേഹം. റബീഉൽ അവ്വൽ 12 പ്രവാചകന്റെ ജന്മദിനമാണെന്നും അന്ന് പ്രത്യേകമായൊരു ആഘോഷമുണ്ടെന്നും അന്ന് പ്രത്യേകമായ ചില കർമ്മങ്ങളുണ്ടെന്നും അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ളാഹിന്റെ കാലശേഷം 30ഓളം വർഷങ്ങൾ ഖുലഫാഉർ റാഷിദുകൾ ഭരണം നടത്തിയിട്ടുണ്ട്. ഏകദേശം 40ഓളം വർഷങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഭാര്യമാർ ജീവിച്ചിരുന്നിട്ടുണ്ട്, ആയിഷ ബീവി ഉൾപ്പെടെ. സ്വഹാബത്ത് അശ്റത്തുൽ മുബശ്ശിരീൻ അവിടെ ഉണ്ടായിരുന്നു. പലരും താബികളുണ്ടായിരുന്നു, തബഉ താബികളുണ്ടായിരുന്നു, സലഫുകളുണ്ടായിരുന്നു. അവരാരും റബീഉൽ അവ്വൽ 12 റസൂലുള്ളാഹിന്റെ ജന്മദിനമാണ് എന്ന് പറഞ്ഞു കൊണ്ടാടിയതായി ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല.
ആഘോഷിക്കുന്നവർ പോലും പറയുന്നത് ഹിജ്റ 300 ശേഷം വന്നതാ എന്നാണ് അവർ പോലും അവകാശപ്പെടുന്നത്. ഞാനത് പറയാനുള്ള കാരണം, പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് എന്നത് മുസ്ലിം സമൂഹം മറന്നു പോവുകയാണ്. അവിടെയാണ് പ്രവാചക സ്നേഹത്തിൻ്റെ മാതൃക നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്ന വാർത്ത സഹിക്കാൻ കഴിയാതെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആരെങ്കിലും റസൂലുള്ളാഹ് മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവൻ്റെ തല ഞാനെടുക്കും. ആരായി പറയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിനെ വധിക്കാൻ 100 ഒട്ടകം സമ്മാനം, ആ സമ്മാനം വാങ്ങാൻ വേണ്ടി പ്രവാചകന്റെ തലയെടുക്കാൻ പോയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, റസൂലുള്ളാഹിന്റെ മരണ വാർത്ത കേട്ടപ്പോൾ ആ പ്രവാചകൻ മരിച്ചുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ്റെ തല ഞാനെടുക്കും. നമ്മൾ അറിയണം. അവിടെയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് ആയത്തോതി കൊടുക്കുന്നുണ്ട്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ. മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ്. മുൻപും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, കഴിഞ്ഞു പോയിട്ടുണ്ട്. തീർച്ചയായും പ്രവാചകന്മാരെന്നടക്കമുള്ള മുഴുവൻ മനുഷ്യരും അല്ലാഹുവിലേക്ക് യാത്രയാകാനുള്ളവരാണ്. ആയത്ത് കേൾക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കരയുന്നുണ്ട്. ഞാൻ ആദ്യമായി കേൾക്കുന്നത് പോലെ ഈ ആയത്ത് എനിക്ക് അനുഭവപ്പെടുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ പ്രവാചകനെ അത്രമേൽ സ്നേഹിച്ച സ്വഹാബത്ത് അവിടെ ജീവിച്ചിരിക്കുമ്പോൾ അവർക്കാർക്കും പരിചയമില്ലാത്തൊരു പ്രവാചക സ്നേഹം, ഒരാഘോഷം ഇസ്ലാമിൻ്റെ പേരിൽ നമ്മൾ നടത്തിയാൽ തീർച്ചയാണ് അത് ബിദ്അത്തിന്റെ ഗണത്തിൽ തന്നെയാണ് പെടുക. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു കാര്യം ദീനിൻ്റെ വിഷയത്തിൽ എത്ര നല്ലതാണെന്ന് വിചാരിച്ച് നമ്മൾ നടത്തിയാലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ അത് ഇഷ്ടമല്ല. അതിൻ്റെ പേരാണ് ബിദ്അത്ത്. പല ആളുകളും നിസ്കാരല്ലേ, നോമ്പല്ലേ, ഖുർആൻ പാരായണല്ലേ, അതുപോലെ തന്നെ മദ്ഹ് പറയലല്ലേ, അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലലല്ലേ, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കലല്ലേ, നല്ലതല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അത് പ്രവാചകൻ പഠിപ്പിക്കാത്ത ഏതെങ്കിലും ഒരു ദിവസത്തിനോ സമയത്തിനോ പ്രാധാന്യം നൽകി അതിന് പ്രത്യേകമായ പ്രതിഫലങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്താൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പൊരുത്തില്ല. ഇവിടെ നോക്കൂ, ജുമഅയുടെ സുന്നത്ത് ഹദീസിൽ കാണാൻ കഴിയും, പെരുന്നാളിൻ്റെ സുന്നത്ത് ഹദീസിൽ കാണാൻ കഴിയും. എന്താണ് ഹിജ്റ, എന്താണ് അറഫ ദിവസം ചെയ്യേണ്ടത് എന്ന് ഹദീസിൽ കാണാൻ കഴിയും. പക്ഷേ റബീഉൽ അവ്വൽ 12 നിങ്ങൾ ഇന്നതൊക്കെ ചെയ്യണമെന്ന് ഒരൊറ്റ സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ റബീഉൽ അവ്വൽ 12 പ്രവാചകന്റെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചൊരു ഇബാദത്തോ ആരാധനകളോ കർമ്മങ്ങളോ ആചാരങ്ങളോ നടത്തിയതായി സ്വഹീഹായ ഒരൊറ്റ രേഖയിലും കാണാൻ കഴിയില്ല എന്നർത്ഥം. അതുകൊണ്ട് നമ്മൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കണം. എങ്ങനെ? നമ്മൾ പ്രവാചകനെ സ്നേഹിക്കണം. എങ്ങനെ? സ്വന്തം ശരീരത്തെക്കാൾ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീൻ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശ്വാസികളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ സ്വന്തം നഫ്സിനേക്കാൾ അള്ളാഹുവിൻ്റെ പ്രവാചകനെ നിങ്ങൾ സ്നേഹിക്കണം. സ്വന്തം ശരീരത്തെക്കാൾ നിങ്ങൾ സ്നേഹിക്കണം. എത്ര സംഭവങ്ങൾ, ആ സംഭവങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഇപ്പോൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ റസൂലുള്ളാഹിനെ സ്നേഹിക്കേണ്ടത് റസൂലുള്ള കൊണ്ടുവന്നത് പഠിപ്പിച്ചത് ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാണ്. നമുക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും റസൂലുള്ളാഹിൻ്റെ ഇഷ്ടമാണ് നമുക്ക് വലുത്. നമുക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അള്ളാഹുവിൻ്റെ പൊരുത്തമാണ് നമുക്ക് വലുത്. ആ പൊരുത്തവും അവിടുത്തെ ഇഷ്ടവുമാണ് നമുക്ക് പ്രധാനമെങ്കിൽ ആ പ്രവാചകൻ്റെ സുന്നത്ത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രവാചക സ്നേഹം കൃത്യമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശരി, അവിടെ നിന്നങ്ങോട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം അവിടെ വെച്ചുണ്ടായ ചില സംഭവങ്ങളൊക്കെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. മറ്റൊരവസരത്തിൽ നമുക്ക് ആ കാര്യങ്ങൾ വിശദീകരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തൊരുമിക്കൽ ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ തലമുറകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളിൽ മരണപ്പെട്ടു പോയ ഞങ്ങളുടെയൊക്കെ പലരുടെയും വാപ്പമാർ, ഉമ്മമാർ, അള്ളാഹുവേ നീ അവർക്ക് സ്വർഗം നൽകണമേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ രോഗം കൊണ്ടും പ്രായം കൊണ്ടും പ്രയാസപ്പെടുന്നവർ, എല്ലാ അർത്ഥത്തിലും നീ അവർക്ക് സമാധാനം നൽകണേ റഹ്മാനെ. അള്ളാഹുവേ അവരുടെ തൃപ്തിയോടുകൂടെ ജീവിക്കുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങളിൽ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണമേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും മനസ്സിന് സമാധാനവും
കണ്ണിന് കുളിർമയും നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവിധ പിശാചിൻ്റെ ഷെറിൽ നിന്നും നീ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും മണകളെയും ഞങ്ങളുടെ തലമുറകളെയും കാത്തു സംരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും പ്രയാസപ്പെടുന്നവർ ഞങ്ങൾക്കിടയിലുണ്ട്, ഞങ്ങളുടെ കുടുംബങ്ങളിലുണ്ട്, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെയും അവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, കടങ്ങൾ കൊണ്ട്, ചെറുതും വലുതുമായ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. മരണത്തിന് മുൻപായി എല്ലാ കടങ്ങളും വീട്ടി കടക്കാരനല്ലാത്ത രൂപത്തിൽ നിന്നെ കണ്ടുമുട്ടാനുള്ള മഹാസൗഭാഗ്യം റബ്ബേ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, വിവാഹപ്രായമെത്തിയ മക്കളുള്ളവരുണ്ട്. അങ്ങനെ നല്ല ഇണകളെ ലഭിക്കാൻ പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, സാലിഹ്യങ്ങളായ ഇണകളെ നൽകി, സ്വാലിഹത്തുകളായ ഇണകളെ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, മക്കളെ പ്രതീക്ഷിച്ചിരിക്കുന്നവർ, മക്കളെ ആഗ്രഹിക്കുന്നവർ, അല്ലാഹുവേ, സ്വാലിഹ്യങ്ങളായ സന്താനങ്ങളെ നൽകി അല്ലാഹുവേ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണപ്പെടുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ നീ ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.